ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്ററി മെന്റർ. നിങ്ങൾ സ്ട്രെസ് ഫ്രീ റിട്ടയർമെന്റിന് ഒരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ടോ? മോസ്റ്റ് പീപ്പിൾ പ്ലാൻ ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ പിന്നെയുള്ള ജീവിതം സ്ട്രെസ് ആകും. ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുമ്പോൾ. ഒന്നാമത്തത്, നിങ്ങളുടെ വാല്യൂ എന്താണ്? ഹ്യൂമൻ ലൈഫ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വണ്ടിയും വാഹനങ്ങളെല്ലാം നമ്മൾ ഇൻഷുർ ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ കണ്ടെത്താറുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മൾക്കൊരു വാല്യൂ ഉണ്ട്. അത് നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനാൽ അപ്പുറമായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. രണ്ടാമത്തത്, ഫിക്സഡ് ഇൻകം റിക്വയർമെന്റ് എത്രയാണ്? നമുക്ക് എത്ര എമൗണ്ട് ആണ് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ടത്? മാസം 30,000 ആണോ, 40,000 ആണോ, 50,000 ആണോ? അതിനെ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മാസം അത്ര രൂപ വെച്ച് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എത്ര രൂപ അല്ലെങ്കിൽ എത്ര കോർപ്പസ് നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത്, റിയൽ എസ്റ്റേറ്റ് ട്രാപ്പിൽ വീഴാതിരിക്കുക. പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക്, റിയൽ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. കാര്യം നല്ലതാണ്, അവിടെ കടന്ന് അത് വർഷങ്ങൾ കഴിയുമ്പോൾ വളരും എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് ഒരിക്കലും ലിക്വിഡിറ്റി ഇല്ല. നമ്മളൊരു അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോഴോ നമുക്കത് പെട്ടെന്നൊന്ന് ഡിസ്പോസ് ചെയ്യണമെന്ന് തോന്നിയാൽ നടക്കുന്ന കേസല്ല. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് കൊടുത്തിട്ട് നമുക്കൊരു എമൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ അതിനൊരു ക്യാഷ് ഫ്ലോ ഇല്ല. നമ്മളിനിപ്പോൾ ഒരു വീടോ മറ്റോ ആണോ അങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് റെന്റിൽ കൊടുക്കുന്നതിന് ഒത്തിരി റിസ്ക് ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന ഒരു റെന്റിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അവിടെ പല പല കാര്യങ്ങളായിട്ട് റിസ്ക് നമുക്ക് കൂടുതലായിരിക്കും, ഉത്തരവാദിത്തങ്ങളും കൂടുതലായിരിക്കും. അപ്പം അത്തരം ഒരു ട്രാപ്പിൽ വീഴാതിരിക്കുക. നാലാമത്തെ കാര്യം, ബക്കറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ഓരോ കാലഘട്ടത്തിൽ ഇന്നത് നമ്മൾ നേടിയെടുക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഷോർട്ട് ടൈം ആയിട്ടും മീഡിയം ആയിട്ടും ലോങ് ടൈം ആയിട്ടുള്ളൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായാൽ ജീവിതം സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യൂ, സുഖകരമായിട്ട് ഉറങ്ങൂ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.